വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും ഒരു സ്റ്റുഡിയോ ഹാളായിട്ടാട്ടോ. അപ്പോൾ വീണ്ടും സ്റ്റുഡിയോ മാത്രം എന്താണ് ഇതെന്താ സ്റ്റുഡിയോ ചാനലാണോ എന്നൊന്നും ആരും ചോദിക്കരുത്. അല്ല, നമ്മൾ സ്റ്റുഡിയോ അല്ലാത്ത കുറച്ചും കൂടി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഇടാം. കുറച്ച് നമുക്ക് സാങ്കേതിക കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാട്ടോ നമ്മൾ വീഡിയോ ലേറ്റ് ആയതും. പിന്നെ ഇത് ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് കുറച്ചായി ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യണത് ലേറ്റ് ആവണതൊക്കെ കേട്ടോ. അപ്പം ഇനി നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ അപ്പം ആരോ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് കമൻ്റ് ആയിട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ റേറ്റ് എല്ലാം ഞാൻ റേറ്റ് ടാഗ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കൂ. അപ്പം ഞാൻ റേറ്റ് ടാഗ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഷൂസൊക്കെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ വേറെ ആപ്പിൽ നിന്ന് വാങ്ങിച്ചാലും ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും 1000 എബോ വരും കേട്ടോ. ഇവിടെ 1000 ബിലോ അല്ല വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഷൂസൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഡ്രസ്സിന് സെറ്റായിട്ട് അതൊരു എന്താ പറയുക, ഒറ്റ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ ആയിരിക്കും നല്ലത്. പിന്നെ സ്റ്റുഡിയോയിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒക്കെ ഷൂസ് ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ്. എല്ലാത്തിനും അല്ല കേട്ടോ, ചിലതിനൊക്കെ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതിൽ ഇച്ചിരി വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള ഷൂസ് നോക്കിയെടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇട്ട് നടക്കുന്നതൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണതൊക്കെ ആകുമ്പോൾ നമുക്ക് കാല് വേദന, ഉപ്പുവേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാലുകഴപ്പ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ എടുക്കുക. അല്ലാത്തതൊക്കെ നമ്മൾ ഡ്രസ്സിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റൈൽ ചെയ്യാൻ എടുക്കുന്ന ചെരുപ്പൊക്കെ അടിപൊളി കേട്ടോ. ഇത്രയും റേറ്റ് കുറവിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ ഇവിടെ ഞാനിപ്പോൾ 299 തൊട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഷൂസൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 999 വരെ കേട്ടോ. പിന്നെ ഈ വൈറ്റ് അല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വൈറ്റിൽ അതിൽ കാണുന്ന പോലെയല്ല, വേറെ റേഞ്ച്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. 699 എന്ന് പറയുമ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഭംഗി വെച്ച് നോക്കുമ്പോൾ ആ റേറ്റ് കുറവാണ്. അല്ലാതെ നമ്മളിത് സ്റ്റുഡിയോ അല്ലാതെ വേറെ ഏത് ഷോപ്പിൽ ഈ ക്വാളിറ്റി ഉള്ള ചെരുപ്പൊക്കെ വരുമ്പോൾ 1000 മേലെ പോകും കേട്ടോ. അങ്ങനെ പിന്നെ ഇതിൻ്റെ വെവ്വേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 499 ഞാൻ കാണിക്കുന്നുണ്ട്, അതാ പിന്നെ എടുത്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചേ. അതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ചെറിയ വ്യത്യാസത്തിൽ സിൽവർ, ഗോൾഡൻ അങ്ങനെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ കാണിക്കാത്ത കുറച്ച് വന്നപ്പോൾ മാത്രം കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ഡ്രസ്സാട്ടോ. ക്രിസ്മസ് വൈബാണ്. പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ പക്ഷേ ഇത് ക്രിസ്മസിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോഴും എപ്പോഴും ഇടാൻ പറ്റുന്ന കുറേ ഐറ്റംസ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ജംസ്യൂട്ട്, ജീൻസിൻ്റെ അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഡെനിമിൻ്റെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. പിന്നെ ന്യൂ ഇയറിന് ഒരു കളക്ഷൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവർ കളക്ഷൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ പിന്നെ ഞാനത് കാണിക്കാതെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അടുത്ത സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കയറുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ബ്ലാക്ക് മാത്രമായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ മഞ്ഞ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര ഭംഗിയുണ്ട്. ഇതിൻ്റെ മജന്ത ഞാൻ എപ്പോഴോ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പറ്റാവുന്നൊരു വാങ്ങിച്ചോ കേട്ടോ. ഇത് സെറ്റാണ് 499 ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. നമ്മൾ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ലടും. അങ്ങനെ റേറ്റ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയണ്ടല്ലോ എന്ന് വെച്ച് പറയാത്തതാ. നിങ്ങളൊന്ന് ടാഗുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ടാഗുമ്പോൾ ഞാൻ പരമാവധി നല്ല രീതിക്ക് കാണിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാലും ഞാൻ പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ, പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പം ഇതൊക്കെ ഈ 299, അതായത് നമ്മൾ 2 സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്കൊരു 600 അതിലൊക്കെ നിൽക്കും കേട്ടോ. ചിലത് 1000 ആവും. അപ്പോൾ അതെനിക്കങ്ങനെ വലിയ തോന്നിയിട്ടില്ല. പിന്നെ ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മെറ്റീരിയൽ കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എടുത്താൽ മതിയല്ലോ. സ്റ്റുഡിയോയിൽ നമുക്ക് ഇഷ്ടത്തിന് കയറി നോക്കാം. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാനും സുഖമാണല്ലോ മടക്കി വെച്ച ഷോപ്പിനേക്കാളും. ഇതൊക്കെ പഴയ ഡിസൈനാണ്, പക്ഷെ ഇപ്പോഴും നല്ല രസം കാണാനായിട്ട്. കുട്ടികളുടെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. അപ്പോൾ കയറി നോക്കട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.